നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ ഡ്രസ്സിൽ പലതരത്തിലുള്ള കറകളാകാറുണ്ടല്ലേ. കാപ്പിയുടെ കറയും കറികളുടെ കറയും അതുപോലെ മറ്റു ഡ്രസ്സുകളിൽ നിന്നൊക്കെ കളറുകൾ ഇളകി പിടിച്ച് നമ്മുടെ നല്ല ഡ്രസ്സിലൊക്കെ പറ്റിപ്പിടിച്ച് കറകളായിട്ടൊക്കെ മാറാറുണ്ട്. ഇങ്ങനെ ഏത് തരത്തിലുള്ള കറകളാണെങ്കിലും നമ്മുടെ തുണിയുടെ കളറൊന്നും ഇളകി പോകാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതിൽ ഞാനിന്ന് കാണിക്കുന്നത് പ്രധാനമായിട്ടും ബ്ലഡ് സ്റ്റെയിന് കളയുന്നത് എങ്ങനെയാണെന്നാണ്. നമ്മൾ ഒരു ഡ്രസ്സിൽ ബ്ലഡ് പറ്റിയാൽ പെട്ടെന്ന് തന്നെ കഴുകി കളഞ്ഞാൽ അത് പോകും. അതിനെ ഫ്രഷ് ബ്ലഡ് സ്റ്റെയിൻ എന്ന് പറയും. സെറ്റായ ബ്ലഡ് സ്റ്റെയിൻ കഴുകി കളയാനായിട്ട് കുറച്ച് പാടാണ്. പ്രത്യേകിച്ച് നമ്മുടെ പീരിയഡ് ബ്ലഡൊക്കെ ഡ്രസ്സിൽ പറ്റിയാൽ അത് ഇതുപോലെ നല്ല ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ കഴുകി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഒരു ഡ്രസ്സാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നല്ല കോട്ടൻ്റെ ഒരു ഡ്രസ്സായിരുന്നത്. അതിൽ കുറച്ചധികം പീരിയഡ് ബ്ലഡ് പറ്റി. അപ്പോൾ അത് 1-2 തവണ ഞാൻ സാധാരണ വെള്ളത്തിലൊക്കെ വാഷ് ചെയ്തു. സോപ്പ് പൊടിയും സോപ്പും ഒക്കെ ഇട്ട് വാഷ് ചെയ്തതാണ്. പക്ഷേ അത് പോയിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു തുണിയിലുള്ള ബ്ലഡ് സ്റ്റെയിൻ ഈസി ആയിട്ട് കളയുന്നതെന്ന് നോക്കാം. ഹാർഡായിട്ടുള്ള ഒരു മെത്തേഡുണ്ട്, ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡുണ്ട്. നമുക്ക് രണ്ട് രീതിയിലും നോക്കാം. ഹാർഡെന്ന് പറഞ്ഞാൽ ഒരുപാട് ഹാർഡൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒക്കെ ഒന്ന് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഇതാണ് ഞാൻ ഈ പറഞ്ഞ ബ്ലഡിൻ്റെ സ്റ്റെയിന്. കുറച്ചധികം ബ്ലഡ് സ്റ്റെയിൻ ഉണ്ട്, 2 സ്ഥലത്തും പറ്റിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് കുറച്ച് കൂടുതലായിട്ടുള്ളത്. ഇത് കുറച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ സോപ്പൊന്നും ഉപയോഗിച്ചാൽ കഴുകിയാൽ പോവുകയില്ല. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ വാഷിംഗ് മെഷീനിലിട്ടൊന്ന് വാഷ് ചെയ്തു. അതല്ലാതെ കയ്യിൽ നമ്മുടെ കല്ലിലൊക്കെ വെച്ച് വാഷ് ചെയ്യുന്ന പോലെ ഒന്ന് വാഷ് ചെയ്തതാണ്, എന്നിട്ടൊന്നും പോയില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലഡ് സ്റ്റെയിനിൻ്റെ ഭാഗം ഒന്ന് ചെറുതായിട്ട് നനച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടൊന്നും വേണമെന്നില്ല. കുറച്ച് നന്നായിട്ട് ഈ കറകളിലൊക്കെ സ്പ്രെഡ് ആവുന്ന രീതിയിലൊന്ന് നമുക്ക് ഈ ബേക്കിംഗ് സോഡ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്. ചെറിയ രീതിയിലുള്ള കറകളൊക്കെ ആണെങ്കിൽ ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടെ ഒന്ന് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മുടെ കറയുള്ള തുണി ഏതാണോ അതിലൊന്ന് മുക്കിയിട്ടാൽ മതിയാവും. ഒരു 2-3 മണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ നമ്മുടെ കറയൊക്കെ പോയി കിട്ടും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. രണ്ടാമത് നമ്മളിടുന്നത് പൊടിയുപ്പാണ്. പൊടിയുപ്പും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം എടുത്ത് ഈ നേരത്തെ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടതിൻ്റെ പുറത്തുകൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാനിതൊരു ബഡ്സ് വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറയുള്ള എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കറയുള്ളിടത്താണ് ഞാനിപ്പം ഈ ഒരു ബേക്കിംഗ് സോഡയും ഉപ്പും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോഡാപ്പൊടിയും ഉപ്പും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു നാരങ്ങ മുറിച്ച് അതിൻ്റെ പകുതി നാരങ്ങയുടെ നീര് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാനീര് ഒഴിക്കുന്നതും നമ്മുടെ ഈ കറകളൊക്കെ ഒന്ന് സോഫ്റ്റായി നന്നായിട്ട് ഇളകി വരാനായിട്ട് സഹായിക്കും. നാരങ്ങയും ഒരു നല്ല ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണ്. നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ ഉപയോഗിച്ച ബഡ്സ് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കറകളുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നാരങ്ങ ഒഴിക്കുമ്പോഴേക്കും ഇതൊന്ന് പതഞ്ഞു വരുന്നത് കാണാനായിട്ട് പറ്റും. ഇനി നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട്, പഴയ ബ്രഷ് എടുക്കാം. അത് ഉപയോഗിച്ചിട്ട് വളരെ സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നല്ല ശക്തിയായിട്ട് റബ്ബ് ചെയ്യേണ്ട, അപ്പോഴേക്കും നമ്മുടെ തുണിയുടെ കളറൊക്കെ ഇളകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. പുതിയ തുണിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ഒരുപാട് ഹാർഡായിട്ട് റബ്ബ് ചെയ്താൽ അത്രയും ഭാഗത്തെ കളറൊക്കെ മങ്ങിപ്പോവും. അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കറയുടെ ഒരു കളറൊക്കെ മാറി കുറച്ച് ഡിമ്മായതുപോലെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പ്രോസസ്സ് തന്നെ ഒന്നുകൂടെ ചെയ്യണം. നമ്മൾ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിലേക്ക് കുറച്ചുകൂടി ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഈ കറയുള്ള ഭാഗത്ത് ഒന്നുകൂടി ഒന്ന് റബ്ബ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ തുണിയുടെ മറുവശം കൂടെ, അതായത് ഉൾഭാഗം കൂടെ ഇതുപോലെ തന്നെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കണം. അതിനായിട്ട് തുണിയൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടിട്ട് കറയുള്ള ഭാഗം നന്നായിട്ട് ഡാർക്കായിട്ട് ഇരിപ്പുണ്ട്. 2 വശവും നമുക്കിതുപോലെ റബ്ബ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഈ ഉൾഭാഗം കൂടെ ഇതുപോലെ തന്നെ റബ്ബ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ബേക്കിംഗ് സോഡയും നാരങ്ങാനീരും ഒഴിച്ച് ഒന്നുകൂടെ റബ്ബ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ബ്രഷ് വെച്ച് ഒന്നുകൂടെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഹാർഡായിട്ടൊന്നും ഉരയ്ക്കേണ്ട, ചെറിയ രീതിയിലൊന്ന് ഉരച്ച് കൊടുത്താൽ മതി. ഇനി ഞാൻ കുറച്ച് വാഷിംഗ് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മറുവശത്ത് ഇട്ട് കൊടുത്താൽ മതി. ഫ്രണ്ട് നല്ല തുണിയുടെ ഭാഗത്ത് ഇട്ട് കൊടുക്കണ്ട. അങ്ങനെ നല്ല തുണിയുടെ ഭാഗത്ത് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കളറ് ഡിമ്മായി പോകും. അതായത് നമ്മുടെ തുണിയുടെ കളറ് ഡിമ്മായി പോകും. അതുകൊണ്ട് നമുക്ക് ഈ മറുവശത്ത് ഇതുപോലെ കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് സമയം ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഈ സമയം നമ്മുടെ ഈ പറ്റി പിടിച്ചിരിക്കുന്ന ബ്ലഡിൻ്റെ സ്റ്റെയിനൊക്കെ നന്നായിട്ടൊന്ന് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 വശവും നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം.
ഇതുപോലെ ബേക്കിംഗ് സോഡയും ഉപ്പും നാരങ്ങാനീരും ഉപയോഗിച്ച് നമ്മൾ ബ്ലഡ് സ്റ്റെയിനൊക്കെ കളയുന്നതുകൊണ്ട് നമ്മുടെ തുണിക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാവില്ല. അതുപോലെ പെട്ടെന്ന് തന്നെ ബ്ലഡ് സ്റ്റെയിനൊക്കെ പോകാനും അത് സഹായിക്കും. നമ്മുടെ തുണിയുടെ കളറൊന്നും ഇളകുകയുമില്ല. നമ്മുടെ തുണിയുടെ 2 ഭാഗവും നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഹൈഡ്രജൻ പെറോക്സൈഡ് 3% ആണ്. നമ്മുടെ തുണിയുടെ ഏത് തരത്തിലുള്ള കറയും മാറ്റാനായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് സഹായിക്കും. പെട്ടെന്ന് തന്നെ കറ കളയാനായിട്ട് ഇത് സഹായിക്കും. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ തുണിയുടെ കളറൊന്നും പോവുകയുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ കറയുള്ള ഭാഗത്തേക്ക് 3-4 തുള്ളി വീതം ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ് കൊണ്ട് കറ കളയുകയാണെങ്കിൽ നമുക്കിത് മാത്രം മതിയാവും. പക്ഷേ ഒരു 72 മണിക്കൂറെങ്കിലും ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ച് നമുക്കിതുപോലെ തുണിയൊന്ന് മുക്കി വെക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള ഡാർക്കായിട്ടുള്ള സ്റ്റെയിനൊക്കെ പോവുകയുള്ളൂ. പക്ഷേ നമ്മൾ നേരത്തെ നാരങ്ങയും ഉപ്പും വിനെഗറും ഒക്കെ വെച്ചിട്ട് ഇതൊന്ന് റബ്ബ് ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് ഒരു 8 മണിക്കൂർ കൊണ്ട് ഈ കറയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം പറഞ്ഞതും കറ കളയാനുള്ള നല്ലൊരു മാർഗ്ഗം തന്നെയാണ്. പക്ഷേ ബ്ലഡ് സ്റ്റെയിൻ ഒന്ന് പോയി കിട്ടാനായിട്ട് അതുപോലെ തന്നെ സെയിം രീതിയിൽ ചെയ്തിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിൽ തുണിയൊന്ന് മുക്കി വെക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ നാരങ്ങയും വിനെഗറും ഉപ്പും ഉപയോഗിച്ചിട്ടുള്ള വിദ്യ ഇവിടെ എഫക്റ്റീവ് ആവുകയുള്ളൂ. ഇത് നമ്മൾ നാരങ്ങയും ഉപ്പും വിനെഗറും ഒക്കെ തേച്ച് ഒന്ന് റബ്ബ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചൊന്ന് മുക്കി വയ്ക്കാം. അതിനുശേഷം 8 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ തുണിയിലെ കറകളെല്ലാം നന്നായിട്ട് തന്നെ പോയി കിട്ടുകയും ചെയ്യും. ഇപ്പം ഞാൻ കറയുള്ള ഭാഗം ഒരു ബൗളിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നന്നായിട്ട് പതഞ്ഞ് വരുന്നത് കാണാനായിട്ട് പറ്റും. ഫ്രഷ് ബ്ലഡൊക്കെ ആണെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന സമയം തന്നെ പതഞ്ഞ് വരും. ഇത് നല്ല കട്ടി പിടിച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ബ്ലഡ് സ്റ്റെയിൻ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോഴേ ഇതുപോലെ പതഞ്ഞ് വരുന്നത് കാണാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ രാവിലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. 8 മണിക്കൂറിന് ശേഷമാണ് ഞാനിതിപ്പോൾ ഓപ്പൺ ചെയ്തത്. നമ്മുടെ തുണിയിലുണ്ടായിരുന്ന കറകളൊക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. ഏതാനും ചെറിയ രീതിയിൽ കറകൾ പറ്റി പിടിച്ചിരിപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ബാക്കിയുള്ള കട്ടിയുള്ള സ്റ്റെയിൻ എല്ലാം ഫുള്ളായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. വാഷ് ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ഭാഗത്തുള്ള കറകളെല്ലാം ആ ഡാർക്കായിട്ടുള്ള സ്റ്റെയിൻ എല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. 1-2 ചെറിയ രീതിയിലുള്ള കറകൾ ഇവിടെ കാണുന്നുണ്ട്. അത് ചിലപ്പം ആ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡിൽ നന്നായിട്ട് മുങ്ങാത്ത ഭാഗത്തെ ആയിരിക്കാം. എന്തായാലും ആ ഡാർക്കായിട്ട് സ്പ്രെഡായിരുന്ന ആ ബ്ലഡിൻ്റെ സ്റ്റെയിൻ എല്ലാം ഫുള്ളായിട്ട് തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഒരു ചെറിയ രീതിയിലൊരു കറ കാണുന്നുണ്ട്. അവിടെ ഒരു ചെറിയ മഞ്ഞ കളറും കാണുന്നുണ്ട്. അത് നമുക്ക് ഒന്നുകൂടെ വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും പോകുമായിരിക്കും. ഇതാണ് മറ്റൊരു ചെറിയ രീതിയിലൊരു കറ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ തുണിയുടെ കറയെല്ലാം നന്നായിട്ട് തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച 1-2 ചെറിയ രീതിയിലുള്ള കറ മാത്രമേ ഉള്ളൂ. മറ്റുള്ള വലിയ രീതിയിലുള്ള കറകളെല്ലാം ഫുള്ളായിട്ട് തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ വിനെഗറും നാരങ്ങാനീരും ഉപ്പും ഉപയോഗിച്ചിട്ട് ആദ്യം റബ്ബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കി വെച്ച് കുറച്ച് 1-2 ദിവസമെങ്കിലും അങ്ങനെ മുക്കി വെക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ കറ നന്നായിട്ട് പോവുകയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങാനീരും വിനെഗറും ഉപ്പും ഉപയോഗിച്ച് റബ്ബ് ചെയ്തതിന് ശേഷം ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ച് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കറകളെല്ലാം പോയി കിട്ടും. ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ ഇതുപോലെ ബ്ലഡ് സ്റ്റെയിനൊക്കെ പറ്റി പിടിച്ച തുണികളുണ്ടെങ്കിൽ, ഉപയോഗിക്കാതിരിക്കുന്ന തുണികളുണ്ടെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ വിനെഗറും ഉപ്പും നാരങ്ങാനീരും ഉപയോഗിച്ചൊന്ന് റബ്ബ് ചെയ്യുക. അതിനുശേഷം ഒരു 8 മണിക്കൂർ നേരം ഹൈഡ്രജൻ പെറോക്സൈഡിൽ മുക്കി വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ കറകളൊക്കെ മാറി തുണി നല്ല പുത്തം പോലെ ആക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആദ്യത്തെ മെത്തേഡ് കുറച്ച് ഹാർഡായിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ മുക്കി കുറച്ച് നേരം പുഴുങ്ങി അലക്കുക എന്നൊക്കെ പറയും. അങ്ങനെ ചെയ്താൽ മതിയാവും. അപ്പോഴേക്കും കറകളൊക്കെ മാറി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്